ഇത് കണ്ടില്ലേ, ചെമ്പരത്തിത്താളി. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നല്ല ചെമ്പരത്തിത്താളി ഉണ്ടാക്കാൻ പറ്റിയ ചെമ്പരത്തിയാണത്. അതായത് 5 തരമുള്ള പൂവുണ്ടാവുന്ന, നല്ല റെഡ് പൂവുണ്ടാവുന്ന ചെമ്പരത്തിയുടെ ഇലയാണത്. അപ്പോൾ ഇതിൽ പൂവില്ല, കാരണം വെട്ടി നിർത്തിക്കൊണ്ട് പൂവൊക്കെ തീർന്നിട്ട് നല്ലോണം പൂവുണ്ടായിരുന്നാണ് വെട്ടി നിർത്തി. അപ്പോൾ നല്ലോണം ഇതേ കണ്ടോ, ഇലകൾ നിറയെ ഉണ്ടായി പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല തളിരിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇതിന്. പിന്നെ പൂവ് നല്ല മൊട്ടൊക്കെ നമ്മളിതിൻ്റെ മേളിലൊരു മാവിൻ്റെ ഇല വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവും മൊട്ടും പിന്നെ ഈ തളിയില ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. ഇളം ഇലയാണ്, മൂത്തതിനേക്കാൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിപ്പം പൂവില്ലെങ്കിൽ നമുക്ക് ഇല മാത്രം വെച്ചിട്ട് നല്ലോണം താളി ഉണ്ടാക്കാൻ പറ്റും. താളി ശരിക്കും നല്ലൊരു കണ്ടീഷണറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ തലയിൽ ചെളിയൊക്കെ ഉണ്ട്, അത് പോകാനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ. നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറാണ് ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച്, വല്ലപ്പോഴൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം എന്നുള്ളത് അറിയാമല്ലോ. ചില എന്നും എണ്ണ തേക്കുന്നവരുണ്ട്, പക്ഷേ സ്ഥിരം എണ്ണ തേക്കുന്നത്ര നല്ലതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. ആഴ്ചയിൽ 1 or 2 times ഒക്കെ എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പം നമ്മൾ ഷാമ്പൂ വെച്ചിട്ട് കഴുകി കളയുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ നാച്ചുറലായിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ച് കഴുകി കളയാം. പിന്നെ നമ്മൾ ഡാൻഡ്രഫൊക്കെ ഉള്ളവർക്ക് നമ്മൾ ചീപ്പ് കൊണ്ട് നല്ലോണം ഇങ്ങനെ ചീവി അതൊന്ന് എന്താ പറയുക, ഡാൻഡ്രഫ് ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഷാമ്പു മീൻസ് ഈ ഒരു താളി ഷാമ്പു അല്ല കേട്ടോ, താളി ഉപയോഗിച്ചിട്ട് നല്ലോണം നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് നമുക്ക് ഇടയ്ക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ചെയ്യാം. നാച്ചുറലായിട്ട് റെമഡിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പാർലർ പോയിട്ടൊക്കെ ഡാൻഡ്രഫ് ക്രീമിൽ കുറേ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനൊക്കെ അതുപോലെ റേറ്റും വരും. അപ്പം നാച്ചുറലായിട്ട് റെമഡി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. കുറേ അധികം ഡാൻഡ്രഫ് ഉള്ളവർ ഞാൻ പറഞ്ഞു, ചെറിയ ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ നമുക്കതൊക്കെ പരീക്ഷിക്കാം. നല്ലൊരു കണ്ടീഷനാണ് ഈ താളിന്ന് അറിയാമല്ലോ, ചെളി പോകാനും നല്ലതാണ്. സോ നമ്മുടെ ചുവന്ന ചെമ്പരത്തിയാണ്. പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ ഇതൊക്കെ പലർക്കും വലിയ താല്പര്യമില്ല ഇപ്പോൾ ഒന്നും, അല്ലേ? എല്ലാവരും വെട്ടിക്കളയും ഇങ്ങനത്തെ ചെമ്പരത്തിയൊക്കെ. എന്നിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയായിരിക്കും എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം. പക്ഷേ ഇത് എപ്പോഴും ഭയങ്കര ഇങ്ങനത്തെ യൂസ്ഫുള്ളാണ്, ഇങ്ങനത്തെ പർപ്പസിനൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് കളയാണ്ട് നിർത്തിയേക്കുന്ന ഒരു ചെമ്പരത്തിയാണിത് ഇവിടെ.